കേന്ദ്ര ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചല്ലോ. അതിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ചേഞ്ചസ് ആണ് ഇന്നോട് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഇൻഡിവിജ്വലിനെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് സാലറി ക്ലാസ്സോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ആയിട്ട് വരുന്ന വ്യക്തികൾക്ക് 12 ലക്ഷം രൂപ വരെ നമ്മൾ ടാക്സ് ഇല്ല എന്ന് നമ്മൾ മീഡിയസിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായത് നേരത്തെ 7 ലക്ഷം രൂപ ഇൻകം ഉള്ളവർക്കാണെങ്കിൽ 7 ലക്ഷത്തിനുള്ളിൽ നിൽക്കുകയാണെങ്കിൽ 87A റിബേറ്റ് എന്ന് പറഞ്ഞാൽ റിബേറ്റ് പ്രകാരം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതിന് ലിമിറ്റ് ഇപ്പോൾ ഈ 7 എന്നുള്ളത് 12 ലക്ഷം രൂപ ആക്കിയിട്ടുണ്ട്. 12 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമ്മുടെ ഇൻകം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ സ്പെഷ്യൽ റേറ്റ് വരുന്ന ഐറ്റംസ് ഉണ്ട്. അത് ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെയുള്ള കേസുകളിൽ അത് ഇതിനുള്ളിൽ കവർ ചെയ്തില്ല. അതിന് സ്പെസിഫിക്കായിട്ട് വേറെ അടയ്ക്കേണ്ടത്. പിന്നീടുള്ള പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ലാബിലും ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. നേരത്തെ 3 ലക്ഷം രൂപ ആയിരുന്നല്ലോ ടാക്സ് ഫ്രീ ലിമിറ്റ്. അതായത് 4 ലക്ഷമായി. പുതിയ സ്കീമിലാണ്, ന്യൂ റെജിമിൽ ആണ് കേസാണ് ഞാൻ പറയുന്നത്. പഴയ സ്കീമിൽ വ്യത്യാസമില്ല, ആ രീതിയിൽ തന്നെ പോകും. അതവിടെ 4 ലക്ഷം വരെ ടാക്സ് ഇല്ല. 4 മുതൽ 8 വരെ 5%, 8 മുതൽ 12 വരെ 10%, 12 ലക്ഷം മുതൽ 16 ലക്ഷം വരെ 15%, 16 മുതൽ 20 ലക്ഷം വരെ 20%, 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 25%, 24 ലക്ഷത്തിന് മേളിലാണെങ്കിൽ 30% ടാക്സ് റേറ്റ് വരും. മുൻപായിരുന്നെങ്കിൽ 15 ലാക്സിന് മേളിൽ 30% ടാക്സ് റേറ്റ് വരുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ടാക്സ് റേറ്റിൽ പുതിയ സ്കീമിൽ കുറേ കുറവ് വരുത്തിയിട്ടുണ്ട്. പിന്നീട് പലർക്കും ഉള്ള സംശയമാണ് 12 ലക്ഷം രൂപ വരെ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ 15 ലക്ഷം എനിക്ക് ഇൻകം ഉണ്ടെങ്കിൽ ബാക്കി വരുന്ന 15 നിന്ന് 12 ലക്ഷം കുറച്ച് ബാക്കി വരുന്ന 3 ലക്ഷത്തിന് ഞാൻ ടാക്സ് അടച്ചാൽ മതിയല്ലോ. അത് ശരിയല്ല. 12 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഇൻകം തരുന്നാൽ മാത്രമേ ഈ റിബേറ്റ് ലഭിക്കുകയുള്ളൂ. അത് 87 റിബേറ്റ്. 12 ലക്ഷം രൂപ കഴിഞ്ഞ് 1 രൂപയുടെ കൂടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ടി വരും. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ആൾക്കാരുണ്ടാവുമല്ലോ പലർക്കും. അങ്ങനെയുള്ള കേസുകളിൽ ഒരെണ്ണം നമ്മൾ സ്വന്തം ഉപയോഗത്തിനാണെന്നും ബാക്കി ഡീംഡ് ടു ബി ലെറ്റ് ഔട്ട് ആണെന്ന് ട്രീറ്റ് ചെയ്തിട്ട് അവർക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു. ഇപ്പോൾ അത് മാറി. 2 വീടുകൾ വരെ ഹോൾഡ് ചെയ്യുക ഒരാൾക്ക്. ഒന്നിൽ കൂടുതൽ വീടുകൾ ഹോൾഡ് ചെയ്യുക, 2 വീട് ഹോൾഡ് ചെയ്യുക. അതിൽ കൂടുതൽ വരുന്ന മാറുക ലെറ്റ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡീംഡ് ടു ബി ലെറ്റ് ഔട്ടിൽ ഇൻകം കാണിക്കേണ്ട ആവശ്യമുണ്ട്. അതൊരു സുപ്രധാന ചേഞ്ചാണ്. ഹൗസിംഗ് സെക്ടറിനെ ശരിക്ക് ഒരു ഇമ്പ്രൂവ് ചെയ്യും, ബൂസ്റ്റ് ചെയ്യുന്നൊരു ഐറ്റമായിരിക്കും. അതുപോലെ തന്നെ വ്യത്യാസം വന്നത് ടാക്സ് റേറ്റിൽ TDS രജിസ്റ്റേഡിലാണ്. ഡിവിഡൻറ്റിന് അല്ലെങ്കിൽ റെൻറ്റിനൊക്കെ TDS റേറ്റിൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് നമ്മൾ എമൗണ്ട് ഔട്ട്വേർഡ് റെമിറ്റൻസ്, കുട്ടികളൊക്കെ പുറത്ത് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അവർക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. അങ്ങനെ വരുന്ന കേസുകളിൽ ഇപ്പോൾ ഇത്ര നാൾ TCS ഉണ്ടായിരുന്നു. അപ്പോൾ ചില സ്പെസിഫൈഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ലോൺ എടുത്തിട്ട് അതിൽ നിന്നാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പുറത്തേക്ക് എമൗണ്ട് റെമിറ്റൻസ് നടത്തുന്നതെങ്കിൽ അവർക്ക് ഇനി മുതൽ, അതായത് ഏപ്രിൽ 1 മുതൽ അടയ്ക്കേണ്ട ആവശ്യമില്ല TCS. പക്ഷേ അല്ലാത്ത കേസുകളിൽ 7 ലക്ഷം രൂപ ലിമിറ്റ് എന്നുള്ളത് 10 ലക്ഷം രൂപ ലിമിറ്റിലേക്ക് മാറ്റി. ഇതാണ് പ്രധാനപ്പെട്ട ചേഞ്ചസ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച പുതിയ ഇൻകം ടാക്സ് ബില്ല് വരുമെന്നാണ്. ഇപ്പോഴത്തെ ഇൻകം ടാക്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് കുറച്ച് സിംപ്ലിഫൈ ചെയ്യാനാണ് ഈ ബില്ല് എന്നാണ്. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ ഇനിയും മാറ്റങ്ങൾ വരാം. നന്ദി.